മച്ചാമാരെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എങ്ങനെ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ പെസ് പ്രൊഫഷണലായി ഇങ്ങനെ കളിക്കാൻ പഠിക്കുക എന്നുള്ളൊരു ചെറിയ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യം പെസ്സിൽ കയറുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് കാണിക്കുക. അപ്പോൾ നിങ്ങൾ നേരെ എക്സ്ട്രാസ് പോവുക. എക്സ്ട്രാസ് പോയാൽ ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഡ്രീം ട്രെയിനിങ് എടുക്കുക, ഫ്രീ ട്രെയിനിങ്, പ്രാക്ടീസ്, അറ്റാക്കിങ് പ്രാക്ടീസ് അല്ലെങ്കിൽ അറ്റാക്കിങ് പ്രാക്ടീസ് എടുക്കുക. എന്നിട്ട് വെർച്വൽ പാറ്റ് എടുക്കുക, പ്രൊസീഡ് ചെയ്യുക. ഇപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇപ്പം ഇനി നിങ്ങൾക്കിങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങൾ പോസ് പോവുക. പോസ് പോയാൽ ഗെയിം പ്ലേ സെറ്റിങ്സ് എടുക്കുക. പ്ലേ സെറ്റിങ്സ് പോയാൽ ഇതുകൊണ്ടാണ് സ്മാർട്ട് അസിസ്റ്റ് ഉണ്ടാവും, അത് ഓണാക്കുക. കൺട്രോൾ ടൈപ്പ് വെർച്വൽ പാഡ്, ടച്ച് ആൻഡ് ഫ്ലിക്കൊക്കെ എടുക്കുന്നുണ്ടാവുക, അത് വെർച്വൽ പാഡ് ആക്കുക. ഡയറക്റ്റ് സ്റ്റിക്ക് ടൈപ്പ്, അത് ജോയ്സ്റ്റിക്ക് ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നീക്കണം, ഒരു മൂവ്മെൻ്റാണ്. ഫിക്സ് ആക്കുകയാണെങ്കിൽ ഫിക്സ് ആക്കുക, മൂവ് ആക്കുകയാണെങ്കിൽ മൂവ് ആക്കുക. ഞാൻ ഫിക്സാണ് ഇടുക, ഞാൻ കാണിച്ചു തരാം. കാരണം ഫിക്സ് ആണെങ്കിൽ ഇവിടെ ഒന്ന് ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ ഇത് നമ്മൾ കൈ അങ്ങോട്ട് കൊണ്ടുപോകണം, അങ്ങോട്ടൊക്കെ വരും. അപ്പോൾ ഇനി അടിയുള്ളത് പാസ്, അതും നമ്മളിപ്പോൾ വെറുതെ തൊടുകയാണെങ്കിൽ അടിയിൽ കൂടെ ബോൾ കൊടുക്കും, വെറുതെ അടിയിൽ കൂടെ മാത്രം. ഗൈസ് ഇനിയുള്ള ചില നമ്മളിപ്പോൾ മേലെ കൂടെ പാസ് കൊടുക്കണമെങ്കിൽ പാസ് മേലേക്ക് വലിക്കുക. ഓക്കെ, പാസ് വെറുതെ മേലേക്ക് വലിച്ചാൽ മേലെ കൂടെ പാസ് കൊടുക്കാം നമുക്ക്. കണ്ടോ, നമുക്കിനി പവർ പാസ് കൊടുക്കാൻ പറ്റും. പവർ പാസ് അതിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് എത്തും. എന്ന് വെച്ചാൽ ഇതാണ് ഈ സാധനം, കണ്ടോ പർപ്പിൾ കളറാവും. അതെന്ന് വെച്ചാൽ നമ്മൾ പാസ് അടിക്ക് വലിക്കുക, എന്നിട്ട് റൈറ്റിൽ രണ്ട് ഏരോടെ ഇടയിലുള്ള റൈറ്റ്, ഡൗൺ റൈറ്റ് അങ്ങോട്ട് വലിക്കുക. ഓക്കെ, കണ്ട വലിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക. അങ്ങനെയാണ് അത് കൊടുക്കുക. അത് കഴിഞ്ഞാലുള്ളതാണ് നമുക്ക് ഇങ്ങനെ ഒരാളെ കയറ്റാൻ പറ്റും. എന്ന് വെച്ചാൽ കാണിച്ചു തരാം. കണ്ട ഏരോ വെച്ച് കയറുന്നത് ആൾ, നമുക്കൊരാളെ മുമ്പിൽ കയറ്റണമെങ്കിൽ കണ്ട, അപ്പോൾ നമുക്ക് വേഗം ത്രൂ കൊടുത്ത് അടിക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ നമ്മൾ പാസ് കൊടുക്കുമ്പോൾ ജോയ്സ്റ്റിക്ക് ഏത് സൈഡിക്കുന്നത് ഫ്ലിക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ വലിക്കുക വെറുതെ ഇങ്ങനെ. എന്ന് വെച്ചാൽ ഇപ്പോൾ പാസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വെറുതെ വലിക്കണ്ട, കൊടുക്കുക, ബൂം. അങ്ങനെ നമുക്ക് ത്രൂ കൊടുക്കാൻ വേണ്ടി കയറ്റി കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഉള്ളതാണ് ത്രൂ കൊടുക്കുമ്പോൾ നമുക്ക് പാസ്സായി കൊടുക്കും. അപ്പോൾ അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ തലി മുമ്പിക്ക് ബോൾ കിട്ടണമെങ്കിൽ പാസ് കൊടുത്താൽ കിട്ടില്ല. പാസ് കൊടുത്താൽ കണ്ടോ, അപ്പം മുമ്പേ കയറുന്നുണ്ട് കണ്ടോ. അപ്പം മുമ്പേ കയറുമ്പോൾ നമുക്ക് പാസ് കൊടുത്താൽ വലിയും, ബാക്കി വലിയും. അതിന് പേര് നമ്മൾ ത്രൂ ആണ് കൊടുക്കണമെങ്കിൽ അവൻ വലിയില്ല, ആണ് അതിൻ്റെ പ്രത്യേകത. ത്രൂ കൊടുക്കുമ്പോൾ നമുക്ക് പാസ് പോകില്ല. പവർ പാസ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ വലിച്ചടി പിടിച്ചാൽ പവർ ത്രൂ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ത്രൂ കൊണ്ടാൽ ബാക്കേ വലിയില്ല. അപ്പോൾ ഞാൻ പാസ് ഞാൻ കാണിച്ചിട്ടാ. ഇപ്പോൾ പാസ് കൊടുക്കാൻ ഇപ്പോൾ കയറി നോക്കൂടാ, അവൻ കയറാൻ അവൻ കയറാണ്ട കാണിച്ചിട്ടാ. ഇപ്പോൾ അവൻ കയറുന്നില്ലേ കണ്ട, അവിടെ നിന്നിട്ടാണ് കളിക്കുള്ളൂ. നമുക്ക് ത്രൂ ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ നമുക്ക് അവിടെ കണ്ട കണ്ട, അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ കയറുമ്പോൾ നമ്മൾ പാസ് കൊടുത്താൽ അവിടെ നിൽക്കും. അപ്പം നമ്മൾ ത്രൂ ആണ് കൊടുക്കണമെങ്കിൽ കാണിച്ചു തരാം. വേറെ കട്ടി അതങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞാലാണ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ഇപ്പോൾ വെറുതെ നമ്മൾ അമർത്തുകയാണെങ്കിൽ, വെറുതെ നമ്മൾ ഷൂട്ട് അടിക്കുകയാണെങ്കിൽ വെറുതെ തൊട്ടു തരി സ്പീഡിൽ തൊടുകയാണെങ്കിൽ അത് പവർ ഷോട്ടാവും. അതിനുള്ള ടൈം കൊടുക്കാൻ പാടില്ല നമ്മൾ. പവർ ഷോട്ട് വരുന്ന വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് നിന്നടിക്കുമ്പോഴാണ് ഈ പവർ ഷോട്ടാവണേ. ഇപ്പോൾ ഇതിൻ്റെ ബോൾ കിട്ടട്ടെ. ഇപ്പം നമ്മൾ ഡാഷ് പിടിച്ചിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, എന്നിട്ട് അടിക്കുകയാണെങ്കിൽ കടാ, നമ്മളിപ്പോൾ ഇങ്ങനെ ബോൾ ചോദിക്കൊണ്ടിരിക്കുക, നമുക്ക് അടിക്കണം, ബൂം. അപ്പോഴാണ് പവർ ഷോട്ട് വരില്ല. ഇപ്പോൾ ആളെ നമ്മൾ ഡ്രിബിൾ ചെയ്തിട്ട് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക, എന്നിട്ട് നമ്മൾ അടിക്കണം. അപ്പോൾ നമ്മൾക്കൊരാൾ വന്നുകൊണ്ടിരിക്കുക, നമ്മളിപ്പോൾ ഇങ്ങനെ വന്നിട്ട് അടിക്കുന്നെങ്കിൽ ബാക്കിലേക്ക് വലിച്ചാൽ നമുക്ക് പവർ ഷോട്ട് എന്ന് വെച്ചാൽ ഷൂട്ട് നമ്മുടെ ലെഫ്റ്റിലേക്ക് വലിക്കുക. ഷൂട്ട് ലെഫ്റ്റിലേക്ക് വലിച്ചാൽ പവർ ഷോട്ട് വരും. മുമ്പിലേക്ക് വലിച്ചാലും പവർ ഷോട്ട് വരും. മുമ്പിലത്തെ പവർ ഷോട്ട് അടിയിൽ കൂടെയാണ് പവർ ഷോട്ട് അടിക്കുക വരും. കണ്ട, അടിയിൽ കൂടെ ബോൾ വരിക. നമ്മൾ ബാക്കിലേക്ക് വലിച്ചിട്ടാണ് പവർ ഷോട്ട് കൊടുക്കണമെങ്കിൽ ബോൾ ചിലപ്പോൾ പാളിയിട്ട് മേലെ കൂടെ പോകാൻ ചോദിച്ചിട്ട് അടിയിൽ കൂടെ അടിച്ചാലും നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്ക് റൈറ്റ് വലിച്ചാൽ പവർ ഷോട്ട് കിട്ടും. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ അടി കൊടുക്കുകയാണെങ്കിൽ ഷൂട്ടല്ല വരിക,
കേളാണ് വരിക. കേൾ വെച്ചാൽ കേളുള്ള ആൾക്കാർ വെച്ച് അടിക്കാം. ഇപ്പം വാൻഡ്രോയിഡിന് കേളുണ്ടെങ്കിൽ കാണിച്ചു തരാം. കണ്ടോ കേളുണ്ടെങ്കിൽ നമ്മൾ അടിക്ക് വലിക്കണം. ലോങ് ഷോട്ട് കേളൊക്കെ വേണമെങ്കിൽ നമ്മൾ ബ്ലിറ്റ്സ് കേളുള്ള അടിച്ച് അടിക്കണം. മെസ്സിനൊക്കെ വെച്ച് അടിക്കണം. ഇപ്പോൾ ഇവിടെ അടിച്ചാലൊന്നും കേൾ കയറാൻ ചാൻസ് കുറവാണ്. കണ്ടോ പിന്നെയുള്ളതാണ് ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കില്ലിടാനും ഓടാനുള്ളതാണ് ഡാഷ്. ഇപ്പോൾ നമ്മൾ സ്കില്ലിടണമെങ്കിൽ നമ്മൾ ഡാഷ് അമർത്തുക, എന്നിട്ട് ജോയിസ്റ്റിക്ക് ഏതൊരു സൈഡിലേക്ക് വലിച്ചാൽ നമുക്ക് സ്കില്ലിടാൻ പറ്റും. സ്കില്ലുള്ളതുകൊണ്ടാണെങ്കിൽ കൂടുതൽ സ്കില്ല് വരെയുണ്ടാവും. കാണിച്ചു തരാം. കണ്ടോ ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ജോയിസ്റ്റിക്ക് ഏതൊരു സൈഡിലേക്ക് വേണ്ട അപ്പോൾ അവിടെ സ്കില്ലോട് നെയ്മത്. ഇപ്പം നമ്മൾ കേളടിക്കാൻ വെച്ചോ. അവിടെ ബോൾ കടാ ബോളവിടെ വാൻഡ്രോട്ട് കേളടിക്കുകയാണെങ്കിൽ അടിക്ക് വലിക്കാൻ വെച്ചാൽ കണ്ടാ. ഇപ്പോൾ ഇത് എനിമി ടീമാണെന്ന് വെച്ചോ. ഇപ്പോൾ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, നമ്മുടെ ഡിഫൻസൊക്കെ ബാക്കിൽ വെച്ചോ. ഇത് എനിമിയുടെ എന്താണ് അറ്റാക്കറാണ്. വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഗോളിനെ കൊണ്ടുവരുന്ന വെച്ചോ. ഗോളിനെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ത്രൂ ഉള്ളത്, ഈ ത്രൂ ഇല്ലേ, ത്രൂവിൻ്റെ ഭാഗത്ത് നമ്മൾ അടിക്ക് വലിച്ചാൽ ഗോളി കയറി വരും. അതിപ്പോൾ ഇങ്ങനെ കാണിക്കാന്ന് ചോദിച്ചാൽ വെയിറ്റ്, അതൊരു സാധാരണ മാച്ചിനെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഗോളിന് കൊണ്ടുവരണമെങ്കിൽ ബോൾ ഇപ്പോൾ അരയിലാണ് ബോളെന്ന് വെച്ചു കാണിച്ചു തരാം. ബോൾ കളാ ഇവണ്ണ ബോൾ കൊടുക്കില്ല. ഓടുക്കടാ ബോൾക്ക് ഇതാ ബോൾ എടുക്കടാ. ഇത് മെച്ചറായോണ്ടാന്ന് വന്നിരിക്കത്ത്. എടുക്കുന്നില്ല ബോൾ. ഓക്കെ ബോൾ കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഇപ്പോൾ അവർ വരികയാണെങ്കിൽ മാച്ചപ്പ് ഉണ്ടോ, മാച്ചപ്പ് അത് അടിക്ക് വലിക്കുക. മാച്ചപ്പ് അടിക്ക് വലിക്കുമ്പോൾ ഗോളി കയറി വരും. ഏത് പേരാണെങ്കിൽ ഗോളി കയറി വരും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ബിഗിനർ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ഇടാം കേട്ടോ. ഓക്കെ താങ്ക് യു.